ഒരു മരണവാർത്ത കേട്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്ന സായിയാണ് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ സായിയുടെ ഫാമിലിയിൽ നിന്ന് ഭാര്യ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സായിയുടെ അച്ഛന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാസ്മ TV വഴി സായിയായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരവരുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് റൂമിൽ വന്ന് ഭാര്യയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. അപ്പൊ അതിനിടയിൽ സായി ഒരുപാട് പട്ടികളെ വളർത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കെയർ ചെയ്ത് സ്വന്തം മക്കളെ പോലെ ഒരുപാടധികം ഹൈബ്രിഡ് ഡോഗ്സിനെ വളർത്തുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ. അങ്ങനെ സായി വളർത്തുന്നതിൽ സായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സായി ഏറ്റവും താല്പര്യത്തോടെ നോക്കുന്ന ഒരു ഡോഗ് മരിച്ചിരിക്കുകയാണ്. ആ ഒരു വാർത്ത സായി അവർക്കൊക്കെ എങ്ങനെയുണ്ട്, നല്ലോണമാണോ നീ അവരെ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സ്നേഹയോട് ചോദിച്ച സമയത്ത് സ്നേഹയുടെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു മാറ്റങ്ങൾ കാരണം സായി ഇങ്ങനെ കുത്തി ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത്, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഒരു സീനും ഇല്ല, നീ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പറ എന്ന് പറയുന്ന സമയത്ത് സ്നേഹ പറയാണ് ഈ ഒരു പട്ടിക്കുട്ടി നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ സായിക്ക് ഒട്ടും തന്നെ അത് സഹിക്കാനാവുന്നില്ല. സായി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും താല്പര്യത്തോടുകൂടി നോക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതുമായിട്ടുള്ളതാണ് സായിയുടെ പട്ടികൾ. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോഗാണ് ഇപ്പം സായിനെ വിട്ടു പോയിരിക്കുന്നത്. സായി വളരെ സങ്കടത്തിലാണ്. ആദ്യമായിട്ട് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തൊരു വാക്കാണ്, ഒരിക്കലും ബിഗ് ബോസിൽ കരയില്ല, അതിനൊരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ പോലും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സായി കൃഷ്ണ തൻ്റെ ആ ഒരു ഡോഗിന്റെ നഷ്ടം മൂലം നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട്, നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹ എന്നോടൊന്നും പറയില്ലേ, നീ ഇവിടുന്ന് പോ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മൈക്കൊക്കെ വലിച്ചൂരിക്കളഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് ഡോർ അടക്കുന്നുണ്ട്. സായിയുടെ ഭാര്യ ചെന്ന് ഡോറൊന്ന് ഓപ്പൺ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും വളരെ സങ്കടത്തിലാണ്. എന്തായാലും സായി കൃഷ്ണ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമറായിട്ട് വരുന്നൊരു സമയമാണിത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഇമോഷണലി വീക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സായി കൃഷ്ണ എന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെ അത്രയും വലിയൊരു മെന്റൽ ഡിപ്രഷനിലേക്ക് പോകാതെ സായിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ സാധിക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.